99% സ്റ്റാർട്ടപ്പുകളും ഫെയിലിയർ ആവുന്നത് അവരുടെ പ്രോഡക്റ്റ് നീഷെ സെലക്ഷനിൽ വരുന്ന മിസ്റ്റേക്കാണ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വിജയിക്കുമോ അതോ തകർന്നടിയുമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു ലോഗോയെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വരി കോഡ് എഴുതുന്നതിനോ മുൻപേ എടുക്കുന്ന ഒരു തീരുമാനമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാണ് സത്യം. മിക്കവാറും എല്ലാ പുതിയ സംരംഭകരും ഈ കാര്യത്തിൽ വലിയൊരു അബദ്ധം കാണിക്കാറുണ്ട്. ഒന്നുകിൽ അവർ വലിയ മത്സരമുള്ള മാർക്കറ്റിലേക്ക് എടുത്തുചാടി ആരും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയൊരു മാർക്കറ്റിൽ തുടങ്ങി വളരാനാവാതെ പരാജയപ്പെടുന്നു. പുതിയ കണക്കുകൾ പ്രകാരം 42% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത് ഒരൊറ്റ കാരണത്താലാണ്. അവർ വിൽക്കുന്നതിന് മാർക്കറ്റിൽ ആവശ്യക്കാരില്ല. ആർക്കും വേണ്ടാത്ത ഒന്നാണ് അവർ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളുടെ പാഷൻ്റെ കുറവോ മോശം ഉൽപ്പന്നമോ കൊണ്ടല്ല. എന്താണ് ഒരു നിഷ് എന്ന് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സംരംഭകർ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകിൽ വലിയ മാർക്കറ്റ് ലക്ഷ്യം വെച്ച് ഭീമൻ കമ്പനികളോട് മത്സരിച്ച് തകരുന്നു, അല്ലെങ്കിൽ മത്സരം പേടിച്ച് വളരെ ചെറിയൊരു മാർക്കറ്റിൽ തുടങ്ങി പരാജയപ്പെടുന്നു. ഈ രണ്ട് വഴികളും നിങ്ങളെ പരാജയത്തിലേക്കാണ് നയിക്കുക. എന്നാൽ മൂന്നാമതൊരു വഴിയുണ്ട്. വലിയ കമ്പനികൾ ശ്രദ്ധിക്കാത്ത എന്നാൽ ഉപഭോക്താക്കൾക്ക് അത്യാവശ്യമുള്ള ഒരു സ്വീറ്റ് സ്പോട്ട്. ആ വിജയകരമായ സ്ഥലം കണ്ടെത്താനുള്ള കൃത്യമായ ഫ്രെയിംവർക്കാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അത് മിസ്സാവാതെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാൻ, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്റ്റാർട്ടപ്പുകളുടെ ശവപ്പറമ്പിൽ രണ്ട് മാരകമായ തെറ്റുകൾ വരുത്തിയ കമ്പനികളാണ് നിറയെ. ഒന്നുകിൽ ലോകം കീഴടക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുക. ആദ്യത്തെ വഴി പൊതുവായ സമുദ്രം, ഓഷ്യൻ ഓഫ് ജനറാലിറ്റിയാണ്. ഇവിടെ സംരംഭകർ അവരുടെ മാർക്കറ്റിനെ കഴിയുന്നത്ര വലുതായി കാണുന്നു. ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഫുഡ്വെയർ എന്നൊക്കെ പറയും. $1 ബില്യൺ മാർക്കറ്റിൻ്റെ 1% കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കും. പക്ഷേ അത് വെറും മിഥ്യാധാരണയാണ്. ഫുഡ്വെയർ പോലുള്ള ഒരു മാർക്കറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നത് നൈക്കി, ആഡിഡാസ് പോലുള്ള കോടിക്കണക്കിന് ഡോളർ മാർക്കറ്റിംഗ് ബഡ്ജറ്റുള്ള ഭീമന്മാരോടാണ്. അവരുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ശബ്ദം മുങ്ങിപ്പോകും. രണ്ടാമത്തെ വഴി ഇതിൻ്റെ നേരെ വിപരീതമാണ്. ഏകാന്തമായ ദ്വീപ്, ഡെസേർട്ട് ഐലൻഡ് ഓഫ് സ്പെസിഫിസിറ്റി. മത്സരത്തെ ഭയന്ന് സംരംഭകർ തിരഞ്ഞെടുക്കുന്ന വഴിയാണിത്. അവർ നിഷ് ചെറുതാക്കി അവസാനം വിൽക്കാൻ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്നു. ഇടം കയ്യന്മാർക്കുള്ള സെറാമിക് മഗ്ഗുകൾക്ക് വേണ്ടിയുള്ള കൈകൊണ്ട് നിർമ്മിച്ച കമ്പിളി കവറുകൾ പോലെ ഒന്ന്. ഇത് വളരെ സ്പെസിഫിക് ആണ്. പക്ഷേ ഈ മാർക്കറ്റ് ഒരു ബിസിനസ്സിനെ നിലനിർത്താൻ മാത്രം വലുതില്ല. നിങ്ങൾക്ക് 0 മത്സരമായിരിക്കാം, പക്ഷേ 0 ഉപഭോക്താക്കളുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിഷ് നമ്മൾ കറക്റ്റായിട്ട് റീഡിഫൈൻ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യം ഇതാണ്. ഒരു ഉൽപ്പന്നമല്ല നിഷ്, ഒരു ടെക്നോളജി അല്ല നിഷ്. ഒരു നിഷ് എന്നത് ഒരു കടയിലെ ഷെൽഫിലെ ഒരു വിഭാഗം മാത്രമല്ല. യാഥാർത്ഥ്യവും ലാഭകരവുമായ ഒരു നിഷ് എന്നത് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രത്യേക പ്രശ്നത്താൽ ഒന്നിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നിർത്തി ആർക്കാണ് വിൽക്കുന്നത്, എന്തിനാണ് അവർക്ക് അത് വേണ്ടത് എന്ന് ചിന്തിച്ച് തുടങ്ങണം. ഏറ്റവും വിജയിച്ച സ്റ്റാർട്ടപ്പുകൾ ഒരു നല്ല ഉൽപ്പന്നത്തിൽ നിന്ന് തുടങ്ങി അതിനൊരു പ്രശ്നം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. അവർ യഥാർത്ഥവും വേദനാജനകവുമായ ഒരു പ്രശ്നം കണ്ടെത്തി അതിനൊരു പരിഹാരമായി തങ്ങളുടെ ഉൽപ്പന്നത്തെ അവതരിപ്പിക്കുന്നതാണ്. ഈ ആളുകൾ എങ്ങനെ കണ്ടെത്താം? പലപ്പോഴും കണ്ണാടിയിൽ നോക്കി തുടങ്ങുക. നിങ്ങളുടെ കഴിവുകൾ, താല്പര്യങ്ങൾ, അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങൾ ഒരു നിധി വേട്ടക്കുള്ള ഭൂപടം പോലെയാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടിയാൽ നന്നാവും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ഇല്ലെങ്കിൽ അത് നമ്മൾക്കൊരു അവസരമായി എടുത്തുകൂടെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. ഭാഗ്യം കൊണ്ടല്ല, കൃത്യമായ ഒരു പ്രക്രിയയിലൂടെയാണ് ലാഭകരമായ ആ സ്വീറ്റ് സ്പോട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അതിനുള്ള 4 ഘട്ടങ്ങളുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ചെയ്താൽ. ഘട്ടം 1, ഉൽപ്പന്നങ്ങളിലൂടെയല്ല പ്രശ്നങ്ങളിലൂടെ ചിന്തിക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് 2 കോളങ്ങൾ വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതും അറിവുള്ളതുമായ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ ആ മേഖലകളിലെ പ്രശ്നങ്ങളും പരാതികളും എഴുതുക. എഡിറ്റ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഫോറങ്ങൾ എന്നിവയിൽ ആളുകൾ എന്തിനെക്കുറിച്ചാണ് പരാതിപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവും ഒരു യഥാർത്ഥ പ്രശ്നവും എവിടെയാണോ ഒന്നിക്കുന്നത് അതാണ് നിങ്ങളുടെ സാധ്യതയുള്ള നിഷ്. മാർക്കറ്റ് ഉറപ്പുവരുത്തുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ആളുകൾക്ക് നിങ്ങൾ കണ്ടെത്തിയ പ്രശ്നമുണ്ടെന്നും അവർ അതിനൊരു പരിഹാരം തേടുന്നുണ്ടെന്നും അതിനായി പണം കൊടുക്കാൻ തയ്യാറാണെന്നും നിങ്ങൾ തെളിയിക്കണം. ഗൂഗിൾ ട്രെൻഡ്സ് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിനുള്ള താല്പര്യം വളരുന്നുണ്ടോ എന്ന് നോക്കുക. എതിരാളികളെ വിശകലനം ചെയ്യുക. ആ മേഖലയിലുള്ള അവരുടെ കുറവുകൾ എന്താണെന്ന് നോക്കുക. ആ വിടവുകളാണ് നിങ്ങളുടെ അവസരം. ഇനി മൂന്നാമത്തെ ഘട്ടം, ഗോൾഡിലോക്സ് ടെസ്റ്റ്. മാർക്കറ്റിൻ്റെ വലുപ്പം കണ്ടെത്തുക എന്നല്ല. നിങ്ങളുടെ നിഷ് കൃത്യമായ പാകത്തിലാണോ? അതായത് നിങ്ങളുടെ ഉപഭോക്താക്കളെ ഓൺലൈനിൽ കണ്ടെത്താൻ വ്യക്തമായ ഒരു സ്ഥലമുണ്ടോ? മാർക്കറ്റ് ബിസിനസ് നിലനിർത്താൻ മാത്രം വലുതാണോ? ഒട്ടും മത്സരമില്ലാത്ത ചിലപ്പോൾ ആവശ്യക്കാരില്ല എന്നതിൻ്റെ സൂചനയാകാം. അതുപോലെ അവസാന പരീക്ഷ MVP. നിങ്ങളുടെ ആശയം ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് MVP ഉപയോഗിച്ച് പരീക്ഷിക്കുക. അതായത് ആളുകൾ പണം നൽകുമോ എന്നറിയാൻ നിങ്ങൾ നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ ലളിതമായ ഒന്ന്. ഇത് നിങ്ങളുടെ ആശയം വിവരിക്കുന്ന ഒരു ലാൻഡിംഗ് പേജ് ആകാം, അല്ലെങ്കിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയ പരസ്യമാകാം. വലിയ തോതിൽ പണവും സമയവും നിക്ഷേപിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ ഡാറ്റ നേടുക എന്നതാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഇറങ്ങുന്ന വീഡിയോകൾക്കുള്ള നോട്ടിഫിക്കേഷൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ അമർത്താനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്.
മിക്ക സ്റ്റാർട്ടപ്പുകളെയും തകർത്തുന്ന മാരകമായ തെറ്റ് ഫണ്ടിങ്ങിൻ്റെ കുറവോ മോശം ടീമോ അല്ല കേട്ടോ. ആർക്കും വേണ്ടാത്ത ഒന്ന് നിർമ്മിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തൊരു മാർക്കറ്റിൽ പ്രവേശിക്കുന്നതാണ്. അടുത്ത ഫേസ്ബുക്ക് ആകാൻ ശ്രമിക്കുന്നത് നിർത്തുക. എന്നാൽ മത്സരത്തെ പിടിച്ച് ഒരു മരുഭൂമിയിൽ ഒളിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം ഒരു ഉൽപ്പന്നം കണ്ടുപിടിക്കുകയല്ല, ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങൾ മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി മാത്രം ഒരു പരിഹാരം നിർമ്മിക്കുക. അതാണ് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട്. അങ്ങനെയാണ് നിങ്ങൾ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ഒരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ഭാഗമായി നാളെ നമ്മുടെ ചാനലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ് പ്ലാൻ അതല്ലെങ്കിൽ അതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണത്. ഇതാണ് നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് അത്രയും സമയമെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര ഒരുപാട് ഈസിയായി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ മിസ്സാവാതെ ഫുള്ളായിട്ട് കാണുക. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.